നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മറ്റൊരു ബാറ്റർക്കും അർദ്ധ സെഞ്ചുറി കാണാൻ പറ്റാത്തൊരു പിച്ചിലാണ് സഞ്ജു സാംസണിൻ്റെ ഭാഗത്ത് നിന്ന് സെഞ്ചുറി പിറന്നത്. CSKയുടെ ഇന്നിങ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. മറ്റൊരു ബാറ്റർക്കും അവിടെ 25 റൺസ് പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് സഞ്ജു 54 പന്തുകളിൽ നിന്ന് 101 റൺസ് 187 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചത്. പിന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിലാണെങ്കിൽ 2 പേരാണ് 30 കടന്നത്. അത് സൂര്യയും തിലകുമാണ്. അവരുടെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ തിലക് 116, സൂര്യ 116, തിലക് 127.58. ഇതാണ് എങ്ങനെ സാധിച്ചെടുത്തു സഞ്ജു. ഇത് സഞ്ജുവിൻ്റെ വിജയമന്ത്രം എന്താണ്? വളരെ കൃത്യമായിട്ട് സഞ്ജു ഇന്നലെ കളിക്ക് ശേഷം അത് പറയുകയുണ്ടായി. ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. നമുക്ക് ഒരു ഗെയിമിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രീ മെഡിറ്റേറ്റഡ് മൈൻഡ് സെറ്റുമായിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് അത് ചെയ്യാൻ പോവുകയാണെന്ന് എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അങ്ങനെ കളിച്ച് ജയിക്കാൻ പറ്റില്ല. മറിച്ച് ആ അവസ്ഥ എന്താണ് അതനുസരിച്ച് കാര്യങ്ങൾ മാറ്റിമറിക്കണം. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ടീമിന് പ്രാധാന്യം കൊടുക്കുക. അതനുസരിച്ച് നമ്മുടെ ഗെയിം പ്ലാൻ ചെയ്യുക. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സെറ്റിൽഡ് ബാറ്റർ അവസാനം വരെ നിന്ന് ഈ ഒരു ഇന്നിങ്സ് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം കളിച്ചു. അതിൻ്റെ റിസൾട്ടാണ് ആ കണ്ട റൺസ്. മറ്റാർക്കും സാധിച്ചെടുക്കാൻ ആ ഗ്രൗണ്ട് പറ്റാത്തത്. അദ്ദേഹം സാധിച്ചെടുത്തതിൻ്റെ പിന്നിലെ മന്ത്രം അതാണ്. പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ നേടി സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, റിയലി ഫീൽ ഗ്രേറ്റ് ടു സ്കോർ എ സെഞ്ചുറി അറ്റ് ദി വാങ്കഡെ അഗെയിൻസ്റ്റ് MI. ഡെഫിനറ്റ്ലി ഇതൊരു സ്പെഷ്യൽ മൊമെൻ്റാണ് എനിക്കും അതുപോലെ തന്നെ ടീമിനും. ഞാൻ കാര്യങ്ങളെ സിമ്പിളായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഇന്നത്തെ ദിവസം സാധാരണ ഒരു വാങ്കഡെ വിക്കറ്റ് പോലെ ആയിരുന്നില്ല പിച്ച്. ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് കാര്യങ്ങൾ അസസ് ചെയ്ത് ടീമിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അസസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കുറച്ച് വിക്കറ്റുകൾ നഷ്ടമായി. സോ ഞാൻ ചിന്തിച്ചു, പ്രധാനപ്പെട്ട കാര്യം ഒരു സെറ്റിൽഡ് ബാറ്റ്സ്മാൻ അവിടെ സ്റ്റേ ചെയ്യണം. അതാണ് ഞാൻ ട്രൈ ചെയ്തത്. അതാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത്. കളി നമ്മളോട് പറയും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. നമുക്കൊരിക്കലും ഒരു പ്രീ കൺസീവ്ഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പ്രീ മെഡിറ്റേറ്റഡ് മൈൻഡ് സെറ്റുമായിട്ട് ഞാൻ ഇങ്ങനെ കളിക്കും അത് ചെയ്യുമെന്ന് കരുതി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഗെയിം സിറ്റുവേഷൻ മനസ്സിലാക്കി ടീമിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അതനുസരിച്ച് എൻ്റെ ഒരു പ്ലാൻ അറൗണ്ട് ദാറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ ഞങ്ങൾക്ക് നേരത്തെ വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തേനെ. ഐ ഹാവ് ഗോൺ എ ബിറ്റ് മോർ എർലിയർ. പക്ഷേ വിക്കറ്റുകൾ വീണപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതൊരു വളരെ യങ് ആയിട്ടുള്ള ടീമാണ്. പക്ഷേ ടീമിൻ്റെ ക്യാരക്ടർ, എൻ്റെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പം മത്സരങ്ങൾ ആദ്യം 3 മത്സരങ്ങൾ ഈവൻ ആഫ്റ്റർ 3 ലോസസ് ഇൻ ദി ടീം ഇറ്റ്സ് വെരി കമാൻഡിങ്. സോ വി വാണ്ട് ടു ബിൽഡ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഇനി മുന്നോട്ടേക്ക് പോകണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാം എല്ലാ ടീമുകളും വളരെ സ്ട്രോങ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻറ്റൻസിറ്റി ഉണ്ട്. സോ ഞങ്ങൾ ചെയ്യുന്നത് വി ജസ്റ്റ് ഹാവ് ടു എൻജോയ് വാട്ട്സ് ഗോയിങ് ഓൺ അറ്റ് ദി മൊമെൻറ്റ് എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറയുന്നത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ആ ഒരു ഗെയിം അവെയർനെസ് ഉണ്ടാവുക. ആ ഗെയിം അവെയർനെസ് അനുസരിച്ച് കളിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പ്ലാനും മാറ്റുക. പ്ലാൻ ബി എടുക്കണമെങ്കിൽ അത് എടുക്കുക. പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം ടീം ഫസ്റ്റ്. ടീമിന് എന്ത് വേണം അത് ചെയ്യുക. അത് തന്നെയാണ് സഞ്ജു ചെയ്ത് കാണിച്ചു. വേൾഡ് കപ്പിൽ അദ്ദേഹം ഇതാണ് ചെയ്തത്. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെയും ചെയ്യുന്നത്. യെസ്, സഞ്ജു തൻ്റെ ഗെയിമിലെ മെച്യൂരിറ്റി, എക്സ്പീരിയൻസ് ഒക്കെ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. CSKയ്ക്ക് ഇപ്പോൾ അത് വേണം താനും. വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.